ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഇതൊന്നും ഭർത്താനില്ല. ബ്ലോഗ് ചെയ്യുന്ന ഇതെല്ലാം ഇട്ടിട്ട് ചെയ്തിട്ട് അളന്നിരിക്കുന്ന യുവാക്കൾ. ഹലോ മൈ ഗൈസ്, ഇന്ന് ചെറിയൊരു പർച്ചേസ് കഥയാണ്. പെണ്ണുങ്ങൾ ഒരു മാസം മുമ്പ് ആണെങ്കിൽ ഒരു ദിവസം മുമ്പ് എടുക്കുന്നേ ഉള്ളൂ. അത് പെരുന്നാൾ പർച്ചേസ് ആണ്. വെറുതെ പറഞ്ഞിട്ടാ അതിന്റെ പേരിൽ പൊങ്കാലിടാൻ വന്നേക്കല്ല. അങ്ങനെ പൊന്നൻ ആദ്യം കൊണ്ടുപോയത് അവന്റെ വാച്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വേണ്ടിയാണ്. ഈ വാച്ച് കണ്ടവരൊക്കെ ആദ്യം പറഞ്ഞത് 20 റംസിന് 2 പീസ് കിട്ടുന്നല്ലേന്നാണ്. ഈ വർത്താനൊക്കെ അവന്റെ മനസ്സിൽ തിരമാലകൾ പോലെ അലയടിച്ചു നിന്നിരുന്നു. അങ്ങനെ സ്വാച്ചിന്റെ ഷോറൂമിലെത്തി അതിലൊരു തീരുമാനമാക്കി. അതെ ഗൈസ്, ഇത് ഒറിജിനലാണ്. പൊന്നൻ പിന്നെ അടുത്ത ആളായി മാറി. പിന്നെ സകല വാച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരാൻ തുടങ്ങി. സ്വന്തം വാച്ച് ചില്ലിക്കൂട്ടി കണ്ടിട്ട് ആകെ മൊത്തം അലങ്കോ എന്തോ ലാപ്പിലായ പൊന്നൻ. അങ്ങനെ പൊന്നന്റെ ഒരു വലിയൊരു പരാതി. അങ്ങനെ നമ്മളെ കാര്യപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. ഷർട്ട് വെക്കുന്നു, റേറ്റ് വെക്കുന്നു, അവിടെ വെക്കുന്നു, പാന്റ് വെക്കുന്നു, കളർ വെക്കുന്നു, അവിടെ തന്നെ വെക്കുന്നു. അങ്ങനെ അത് തുടർന്നുകൊണ്ടിരുന്നു. ലക്ഷറി ആണോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ ഒന്നും നോക്കില്ല, സകലത്തും കയറി ഇറങ്ങി. അതിന്റെ അടുത്ത് പൊന്നന്റെ പ്രായത്തിനൊത്ത സാധനം കിട്ടുന്ന ഷോപ്പിലും കയറി. അല്ല പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് മാത്രം പോരല്ല, കുറച്ച് സുഗന്ധം കൂടി വേണമല്ലോ. അങ്ങനെ ബാത്തൻ ബോഡി കയറിയിട്ട് കുറച്ച് സാധനമൊക്കെ മണിപ്പിച്ച് നോക്കിയിട്ട് അടുത്തന്നെ വെച്ച്. അങ്ങനെ നീണ്ട മണിക്കൂർത്തെ പർച്ചേസിന് ശേഷം തളർന്നിരിക്കുന്നു നമ്മൾ. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയിട്ടില്ല. അനക്കെന്തായാലും കിട്ടിയിട്ടില്ല. അങ്ങനെ റബീനെ കാത്തുനിന്ന് റബി വന്ന് റബീന്റെ കൂടെ നേരെ നമ്മുടെ തട്ടകത്തിലേക്ക് പോയി. അങ്ങനെ ബർദുബായിൽ നമ്മൾ ഇസ്മായിലിന്റെ ഷോപ്പിലേക്ക് പോയി. അവിടെ കുറച്ച് ഡ്രസ്സെല്ലാം ഇട്ട് നോക്കി. ഇസ്മായിലിന്റെ 2 തള്ളും കേട്ടിട്ട് ഇട്ട് നോക്കുന്ന ഡ്രസ്സിന്റെ ഫീലൊന്നും വേറൊരു സ്ഥലത്തും കിട്ടൂലട്ടാ. അങ്ങനെ നമ്മളെ പെരുന്നാൾ ചമയായി. ഇനി നമുക്ക് പെരുന്നാൾക്ക് കാണാം. എന്നാ പിന്നൊന്നുമില്ല.